അഡ്വക്കേറ്റ് ഹസ്കർ, ഇപ്പോൾ ഇനിയുള്ള നിയമ വഴികളെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. നമ്മുടെ നീതിന്യായ ചരിത്രം എടുത്താൽ പ്രമാദമായ പല കേസുകളിലും വിചാരണ കോടതി വിധികൾക്കപ്പുറമുള്ള വിധികളാണ് മേൽക്കോടതികളിൽ നിന്ന് വന്നിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ, ഏറ്റവും പ്രമാദമായിട്ടുള്ള കൊലക്കേസ്, രാഷ്ട്രീയ കൊലക്കേസായിരുന്നു KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലക്കേസ്, BJP നേതാവിൻ്റെ. ആ കൊലക്കേസിൽ പ്രതികൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ആ ശിക്ഷ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഒരു പ്രതിയുടെ ശിക്ഷ തടവായി കുറയ്ക്കുകയും ബാക്കിയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അന്ന് ആ ശിക്ഷ നടപ്പാക്കിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യാത്ത, അല്ലെങ്കിൽ യഥാർത്ഥ കൊലയാളികൾ വേറെ ആളുകളായിരുന്നു, യഥാർത്ഥ കൊലയാളികൾ അല്ലാത്ത ആളുകളെ സ്റ്റേറ്റ് തൂക്കിക്കൊന്നേനെ എന്നൊരു സാഹചര്യം അവിടെ സംജാതമായേനെ. ഇവിടെ പക്ഷേ ഈ കുറ്റം ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറ്റവാളി തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുമ്പിൽ മാത്രമല്ല, കുറ്റവാളി തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു നോൺ ഫാക്റ്റാണ്. ആ കൊലപാതകം എന്നുള്ളത് തെളിയിക്കാനുള്ള ആമ്പിൾ എവിഡൻസ് കൃത്യമായിട്ടുണ്ട്. അക്കാര്യത്തിൽ നമുക്കും ഒരു ബോധ്യക്കുറവില്ല. കുറ്റവാളി എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ക്വാണ്ടം ഓഫ് സെന്റൻസിനെ കുറിച്ച് മാത്രമാണ് സംശയമുള്ളത്. അപ്പം നമ്മുടെ നീതിന്യായ ചരിത്രം എടുത്താൽ, നമ്മുടെ തന്നെ സമീപകാല ചരിത്രം എടുത്താൽ, വിചാരണ കോടതികളുടെ വിധി മുകളിലേക്ക് പോകുമ്പോൾ, സൗമ്യ കേസ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചു, ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ കേസിലും പ്രതീക്ഷിച്ചുകൂടെ? അല്ല, നിശ്ചയമായി ഞാൻ അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. കാരണം ആ ഒരു സംശയവും ഇക്കാര്യത്തിലുണ്ട്. കാരണം നേരത്തെ സൗമ്യ കേസിലടക്കം കൊലപാതകവും അതുപോലെ തന്നെ ബലാത്സംഗവും ആരോപിച്ചുകൊണ്ടാണ് സൗമ്യ കേസിൽ സുപ്രീം കോടതിയിലെത്തുന്നത്. സ്വാഭാവികമായി സൗമ്യ കേസിൽ കൊലപാതകം ഒഴിവാക്കിയും ബലാത്സംഗം മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാക്ഷിമൊഴിയുടെ മാത്രം അഭാവത്തിൽ ആ കേസിനെ അന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ബെഞ്ച് അത്തരത്തിൽ കാണുകയും ചെയ്തു എന്നുള്ളതാണ് അന്ന് ആ കേസിൽ വന്നിട്ടുള്ള വിധിയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം. അതുപോലെ പലപ്പോഴും പല കേസിൽ, ആന്റണിയുടെ കേസിൽ തന്നെ സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചിരുന്നു എങ്കിൽ പോലും സുപ്രീം കോടതി ആ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന സാഹചര്യമാണ്. 3 പതിറ്റാണ്ടായി കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടെന്നാൽ അത് നിയമത്തിൽ എപ്പോഴും നിയമം ഇത് പരിശോധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തീവ്രമായി സൂക്ഷ്മദർശിനികൾ വെച്ചിട്ട് ഓരോ സാഹചര്യത്തെയും ഓരോ എവിഡൻസിനെയും പരിശോധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ജീവൻ അവസാനിക്കുന്നു എന്നുള്ളതാണ് വധശിക്ഷ നൽകുമ്പോൾ അതൊരു പ്രതികാരാത്മകമായ ഒരു തീരുമാനം കൂടിയാണ് വധശിക്ഷ എന്നുള്ളത് കൊണ്ട് പലപ്പോഴും മുൻപ് വിധി എഴുതിയതിന് ശേഷം ജഡ്ജിമാർ തൻ്റെ പേനത്തുമ്പോൾ ഒടിച്ചു കളയുമായിരുന്നു എന്ന് ആപേക്ഷികമായി തന്നെ പലരും പറഞ്ഞു കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ പല ജഡ്ജിമാരും അങ്ങനെയൊന്നും ഒടിച്ചു കളയാറില്ല. മുമ്പ് അത്തരത്തിൽ ചെയ്യുമായിരുന്നു എന്ന് കേട്ടുകേൾവിയുടെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൂടിയാണിത് പറയുന്നത്. കാരണം അത്തരത്തിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യത്തെയാണ് കോടതികൾ പലപ്പോഴും ഒരു വധശിക്ഷ നൽകുമ്പോൾ കാണാറുള്ളത്. വധശിക്ഷ ഒരിക്കൽ പോലും ഒരു വ്യക്തിക്ക് നൽകാൻ പാടില്ല. അതിലും അധികമായിട്ടുള്ള ശിക്ഷാവിധികൾ നമുക്ക് നൽകാൻ നിയമത്തിൽ സാധ്യതയുണ്ട്. അത്തരത്തിൽ നിയമനിർമ്മാണ സഭകളാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അത്തരത്തിൽ മാറി ചിന്തിക്കേണ്ട സാഹചര്യം കൂടി വരുന്നു. കാരണം വധശിക്ഷ കൊണ്ട് ഒരു പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിനൊരു സന്ദേശം നൽകാനാവില്ല. കാരണം സമൂഹത്തിന് നൽകുന്ന സന്ദേശമായിരിക്കണം ഏതൊരു ശിക്ഷയുടെയും കാതൽ എന്ന് പറയുന്നത്. നാളെ മറ്റൊരാളും ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ തയ്യാറാകുന്നതിനുള്ള അവസരം അല്ലെങ്കിൽ അതിന് പ്രചോദനമാകാതിരിക്കുന്ന തരത്തിലായിരിക്കണം നീതിബോധത്തോടു കൂടി ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കപ്പെടേണ്ടത്. അത്തരത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമേ നീതി നടപ്പിലാക്കുക മാത്രമല്ല, നീതി ലഭിച്ചു എന്ന് തോന്നൽ കൂടി സമൂഹത്തിനുണ്ടാവും. ഇത് സമൂഹത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. ഒരുപക്ഷെ അതിൽ മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെ മാത്രമുള്ള ഒരു കുറ്റകൃത്യമായിട്ടല്ല കാണുന്നത്. ഇത് സമൂഹത്തിൽ ആകമാനമെതിരെയുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിശാലമായ കാഴ്ചപ്പാടിൽ ഇതിനെ കാണണം എന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് കോടതികൾ സൂക്ഷ്മദർശിനിയോടുകൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മേൽക്കോടതികളിലേക്ക് കേസ് എത്തുമ്പോൾ ഇതിലെ തെളിവുകളിൽ നിന്ന് ഉള്ള സാഹചര്യങ്ങൾ, അതുകൊണ്ടാണ് പലപ്പോഴും സാഹചര്യ തെളിവുകൾ മാത്രം നിൽക്കുന്ന കേസുകളിൽ വധശിക്ഷ എത്രത്തോളം പ്രാബല്യത്തിലാവും. കാരണം അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ലഭിക്കുന്ന അസംഷൻസിൽ നിന്ന് ലഭിക്കുന്ന പ്രിസംഷൻസുമാണ് കോടതികൾ ഒരു സാഹചര്യത്തെ എടുക്കാറുള്ളത്. അപ്പോൾ ആ അസംഷൻ തെറ്റിപ്പോയാൽ നിശ്ചയമായും അതിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രിസംഷനും തെറ്റിപ്പോകും എന്നുള്ളതാണ് ഇടത്താണ് ഒരു സാഹചര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിൻ്റെ വിശ്വാസ്യതയെ കോടതികൾ സൂക്ഷ്മതയോടെ കാണണം എന്ന്, ജാഗ്രതയോടെ കാണണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരമാവധി ശിക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ അപൂർവമായ സാഹചര്യത്തിലേക്ക് ഒരു സാഹചര്യ തെളിവുകളിൽ ഉള്ള കേസുകൾ പോകാൻ പാടില്ല എന്ന് നിയമലോകം ശഠിക്കുന്നതിൻ്റെ ഒരു കാരണം കൂടി അതാണ്.
അതുകൊണ്ടാണ് ഇത് വളരെ സൂക്ഷ്മദർശിനിയോടുകൂടി കോടതിയിൽ പരിശോധിക്കുന്നത്. തീർച്ചയായും എന്തായാലും മേൽക്കോടതികൾ സൂക്ഷ്മമായി അക്കാര്യം പരിശോധിക്കും.